ഹായ് ജിംബോസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചാനലിൽ നമ്മൾ പുതിയൊരു പ്ലേലിസ്റ്റ് തുടങ്ങിയിരുന്നല്ലോ. നമുക്ക് ക്ലൗഡ് പഠിക്കണം എന്ന് പറഞ്ഞിട്ട് അതിൽ ഞാൻ അതിന്റെ ആദ്യത്തെ ഇൻട്രൊഡക്ഷൻ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു AWS പഠിക്കണോ അല്ലെങ്കിൽ അസൂർ പഠിക്കണോ, ഏതാണ് നിങ്ങളുടെ ചോയ്സ് എന്നുണ്ടെങ്കിൽ അത് കമന്റ് ചെയ്യും. നിങ്ങളുടെ കമന്റ് അനുസരിച്ചായിരിക്കും ഞാൻ ക്ലാസ് എടുക്കുന്നതെന്ന്. അപ്പോൾ അതിന് ഇന്ന് ഒരു ഒഫീഷ്യലായിട്ടൊരു തീരുമാനം ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടി നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യണത്. അപ്പോൾ നമുക്ക് അസൂർ പഠിക്കണോ അല്ലെങ്കിൽ AWS പഠിക്കണോ എന്നുള്ളതൊക്കെ ഇപ്പോൾ നമ്മുടെ ഈ ഒരു ചാനലിന്റെ ഈ ഒരു വീഡിയോയുടെ താഴെ മാത്രമല്ല, നേരത്തെ വീഡിയോയുടെ താഴെ മാത്രമല്ല, യൂട്യൂബിലൊക്കെ നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ പലരും പല അഭിപ്രായങ്ങൾ പറയാറുണ്ട്. ചിലർ പറയുണ്ടാവും AWS ആണ് ബെസ്റ്റ് എന്ന് പറയും, മറ്റു ചിലർ പറയും അസ്യൂർ ആണ് നല്ലത് എന്ന്, അതൊക്കെ ചിലർ പറയുണ്ടാവും. അപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്, അത് ഞാനിപ്പോ ഇന്ന കോഴ്സ് പഠിക്കണമെന്ന് നിങ്ങളെ നിർബന്ധിക്കുകയൊന്നുമല്ല. നിങ്ങളുടെ ചോയ്സ് ആണ് AWS പഠിക്കണോ അതേപോലെ അസ്യൂർ പഠിക്കണോ. അല്ലാതെ ഇപ്പോൾ ഒരാൾ പറഞ്ഞിട്ട് നിങ്ങൾ ആ ഒരു കോഴ്സ് എടുക്കണമെന്ന് ഞാൻ ഒരിക്കലും പറയില്ല. കാരണം AWS പഠിക്കുന്നവരുണ്ട്, അസ്യൂർ പഠിക്കുന്നവരുണ്ടല്ലോ. അപ്പോൾ ഞാനിപ്പോ പറയാണ് അസ്യൂർ മാത്രമേ പഠിക്കാൻ പാടുള്ളൂ, അങ്ങനെയല്ലല്ലോ. അതൊക്കെ ഓരോരുത്തരുടെ ചോയ്സ് അല്ലേ. അവരുടെ ഫീൽഡിൽ അവർ ഏതെടുത്ത് പഠിക്കണം എന്നുള്ളത് അവരുടെ ചോയ്സ് അല്ലേ. അപ്പോൾ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് എന്താന്നൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ നമ്മൾ കാര്യം നമ്മൾ ചെയ്തിരുന്നു. അപ്പോൾ ഈ അസ്യൂറും അതേപോലെ തന്നെ AWS എന്ന് പറയുന്നതും ഒരു ക്ലൗഡ് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നവരാണ് എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാലോ. അതായത് എന്താണ്, സർവറുകൾ, സ്റ്റോറേജുകൾ, ഡാറ്റാബേസ്, നെറ്റ്വർക്ക്, സെക്യൂരിറ്റി തുടങ്ങിയ സേവനങ്ങൾ ഇന്റർനെറ്റിലൂടെ ലഭ്യമാക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഈ ക്ലൗഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇവർ തമ്മിലുള്ള വ്യത്യാസം, അസ്യൂറും AWS തമ്മിലുള്ള വ്യത്യാസം എന്താ? ഇവർ രണ്ടും ക്ലൗഡ് പ്രൊവൈഡേഴ്സ് ആണ്, അത് മാത്രമേ ഉള്ളൂ. AWS നമുക്ക് ക്ലൗഡ് ചെയ്യാൻ പറ്റും, അസ്യൂറിൽ നമുക്ക് ക്ലൗഡ് ചെയ്യാൻ പറ്റും. AWS എന്ന് പറഞ്ഞാൽ എന്താണ്? AWS എന്ന് പറഞ്ഞാൽ ആമസോൺ വെബ് സർവീസ് എന്നുള്ളതാണ്. ഇത് ലോകത്തിലെ ഏറ്റവും വലിയ ഒരു ക്ലൗഡ് പ്ലാറ്റ്ഫോമാണ്. സ്റ്റാർട്ടപ്പ് മുതൽ ഒരു എന്റർപ്രൈസ് കമ്പനികൾ വരെ ലക്ഷക്കണക്കിന് സ്ഥാപനങ്ങൾ AWS ഉപയോഗിക്കുന്നുണ്ട്. AWSൽ സർവീസുകൾ ക്ലൗഡിന്റെ അകത്ത് ഏകദേശം നമുക്ക് 100ന്റെ മുകളിൽ സർവീസുകളുണ്ട്. ഇപ്പോൾ ഉദാഹരണമായിട്ട് EC2 ഉണ്ട്, അല്ലെങ്കിൽ S3 ഉണ്ട്, VPC, IAM, RDS, ലാംഡ, അങ്ങനൊക്കെ ഒരുപാട് സർവീസുകൾ ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അസ്യൂർ എന്ന് പറഞ്ഞാൽ എന്താ? അസ്യൂർ മൈക്രോസോഫ്റ്റിന്റെ ആണ് ഈ ഐസൂർ എന്ന് പറയുന്നത്. ഇത് മൈക്രോസോഫ്റ്റിന്റെ ഒരു ക്ലൗഡ് പ്ലാറ്റ്ഫോം എന്നുള്ളതാണ്. നമുക്ക് വിൻഡോസ് സർവർ, നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സർവറിന്റെ ക്ലാസ് ഓൾറെഡി ഉണ്ടല്ലോ. വിൻഡോസ് സർവർ, ആക്റ്റീവ് ഡയറക്ടറി, മൈക്രോസോഫ്റ്റിന്റെ 365, അല്ലെങ്കിൽ SQL സർവർ, ഇതൊക്കെ മൈക്രോസോഫ്റ്റിന്റെ പ്രൊഡക്റ്റ് അല്ലേ. ഇതൊക്കെ ഉപയോഗിക്കുന്ന കമ്പനികളിൽ അസ്യൂർ വളരെ ജനപ്രിയമായിട്ടുള്ള ഒരു ക്ലൗഡ് ഇതാണ്. എന്റർപ്രൈസ് കമ്പനികൾ അസ്യൂർ കൂടുതലായിട്ട് തിരഞ്ഞെടുക്കാറുണ്ട്, കാരണം ഈ ആക്റ്റീവ് ഡയറക്ടറിയും വിൻഡോസ് സർവറൊക്കെ ഉപയോഗിക്കുന്നതുകൊണ്ട്. നമുക്ക് ജസ്റ്റ് ഞാൻ ഇതിന്റെ രണ്ടിന്റെയും ഒരു താരതമ്യം ചെയ്തിട്ട് ഇത് തമ്മിലുള്ള ഒരു വ്യത്യാസം പറയാം. ഇപ്പോൾ ഒന്നാമതായിട്ട് നമുക്ക് മാർക്കറ്റ് ഷെയറിന്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ, മാർക്കറ്റ് ഷെയറിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ക്ലൗഡ് പ്ലാറ്റ്ഫോം നമുക്ക് AWS എന്ന് പറയാൻ പറ്റുള്ളൂ. അസ്യൂർ അതിന് തൊട്ട് താഴെ. അപ്പോൾ ഏറ്റവും കൂടുതൽ എന്താ പറയുക, സ്ഥാപനങ്ങൾ ഉപയോഗിക്കുന്ന ക്ലൗഡ് പ്ലാറ്റ്ഫോം AWS ആയതുകൊണ്ട് ജോബ് അവസരങ്ങളും AWSന് എന്ത് ചെയ്യും, കൂടുതലാണ് എന്നുള്ളതാണ്. പിന്നെ ഏതാണ് ഇതിൽ പഠിക്കാൻ എളുപ്പം എന്നുള്ളതാണ്. രണ്ടും പഠിക്കാൻ അങ്ങനെ ബുദ്ധിമുട്ടുള്ളതൊന്നുമല്ല. AWSന് എന്താ പറയാ, അതിന്റെ ഡോക്യുമെന്റേഷൻ, കമ്മ്യൂണിറ്റി സപ്പോർട്ട്, ലാബ്, ഇതൊക്കെ വളരെ എന്താണ് കൂടുതലായിരിക്കും. ഇപ്പോൾ ഒരു ബിഗിനറെ സംബന്ധിച്ചിടത്തോളം AWS പഠിക്കാൻ കുറച്ച് എളുപ്പമായിരിക്കും. ഇപ്പോൾ മൈക്രോസോഫ്റ്റിന്റെ അസ്യൂർ പഠിക്കുമ്പോൾ ഒരു മൈക്രോസോഫ്റ്റ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവർക്ക്, നമ്മളിപ്പോൾ ഒരു സർവർ, ആക്റ്റീവ് ഡയറക്ടറി എന്താണ്, 365 എന്താണ്, ഈ മേഖലകളിലൊക്കെ നിങ്ങൾക്ക് കുറച്ച് പരിചയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അസ്യൂർ ഒരു ബെറ്റർ ഓപ്ഷൻ ആണ്. ഇപ്പൊ നമ്മുടെ ചാനലിൽ ഓൾറെഡി അസ്യൂറിന്റെ ക്ലാസ്സുകൾ പോകുന്നുണ്ട്. അങ്ങനെയുള്ളവർക്കാണെങ്കിൽ അസ്യൂർ എന്താണ്, ഒരു ബെറ്റർ ഓപ്ഷൻ ആണ്. അപ്പോൾ മൈക്രോസോഫ്റ്റ് അസ്യൂർ വേണമെന്നുണ്ടെങ്കിൽ, അങ്ങനെ ഇപ്പൊ സർവറിനെ കുറിച്ചൊക്കെ പഠിച്ചവരാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, അസ്യൂർ പഠിക്കുന്നത് ഉപകാരപ്പെടും എന്നുള്ളതാണ്. ഇത് രണ്ടും പഠിക്കണം എന്നുണ്ടെങ്കിൽ, ഇപ്പോൾ AWS ആണെങ്കിലും അതേപോലെ തന്നെ അസ്യൂർ ആണെങ്കിലും, രണ്ടും നമുക്ക് പഠിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് നെറ്റ്വർക്കിന്റെ ബേസിക് അറിയണം. ഇപ്പൊ AWSനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ക്ലൗഡ് അസ്യൂർ ആണെങ്കിലും നിങ്ങൾക്ക് എന്തായാലും CCNA നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ഇപ്പോൾ അസ്യൂർ ആണെങ്കിൽ നിങ്ങൾക്ക് ലിനക്സിന്റെ ബേസിക് ഒക്കെ അറിയുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അസ്യൂർ പഠിക്കാൻ കുറച്ചും കൂടെ, അസ്യൂർ അല്ല AWS പഠിക്കാൻ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും. അത് മൈക്രോസോഫ്റ്റ് സർവറിന്റെ ബേസ് അറിയുന്നുണ്ടെങ്കിൽ അസ്യൂർ പഠിക്കാൻ എന്തായിരിക്കും, നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. പിന്നെ നമുക്ക് വേറൊരു എന്താ പറയാ, ഒരു കൺഫ്യൂഷൻ വരുന്നത് സാലറിയുടെ കാര്യത്തിലാണ്.
ഒരു കാര്യം പറയട്ടെ, AWS ആണെങ്കിലും അല്ലെങ്കിൽ അസ്യൂർ ആണെങ്കിലും ശമ്പളം ഏതിനാണ് കൂടുതൽ കിട്ടുക, സാലറി ഏതിനാണ് കൂടുതൽ കിട്ടുക എന്നുള്ളത് നിങ്ങൾ പഠിച്ച കോഴ്സിനെ ബേസ് ചെയ്തിട്ടല്ല, നിങ്ങളുടെ സ്കില്ലും നിങ്ങൾ ചൂസ് ചെയ്യുന്ന കമ്പനീനെയും ബേസ് ചെയ്തിട്ടാണ് നിങ്ങളുടെ സാലറി എടുക്കുക. അല്ലെങ്കിൽ അസ്യൂർ പഠിച്ച് ഇത്ര സാലറി സ്റ്റാർട്ടിങ് കിട്ടും, AWS പഠിച്ച് ഇത്ര സാലറി കിട്ടും, അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ AWS ആൾക്കാർ പഠിക്കുന്നുണ്ടല്ലോ, അസ്യൂറും ആൾക്കാർ പഠിക്കുന്നുണ്ടല്ലോ, AWS ആണ് കൂടുതൽ സാലറി കിട്ടുന്നതെന്നൊക്കെ പറഞ്ഞിട്ട് AWS ആണ് എല്ലാവരും പഠിക്കാൻ പോകുന്നത്. അങ്ങനെയൊന്നുമില്ല. നിങ്ങൾക്ക് സാലറി ഇപ്പൊ IT ഫീൽഡിൽ നിങ്ങൾ കയറുമ്പോൾ സ്റ്റാർട്ടിങ് നിങ്ങൾക്ക് എത്ര സാലറി കിട്ടും എന്നുള്ളതൊക്കെ നമ്മുടെ സ്കില്ലും നമ്മുടെ പ്രൊജക്റ്റ്, നമ്മുടെ എക്സ്പീരിയൻസ്, കാര്യങ്ങൾ, നമ്മുടെ സർട്ടിഫിക്കേഷൻ എന്നും പിന്നെ നമ്മൾ കയറുന്ന കമ്പനീനെ ആശ്രയിച്ചിട്ടാണ് നമ്മുടെ സാലറി. രണ്ട് കോഴ്സും പഠിക്കുന്നവർക്ക് മികച്ച അവസരങ്ങളുണ്ട്. ഏതാണ് തിരഞ്ഞെടുക്കേണ്ടത് എന്നുള്ളതാണ്. AWSും തിരഞ്ഞെടുക്കാം, അസ്യൂറും തിരഞ്ഞെടുക്കാം. ഇപ്പൊ നമ്മള് ഇപ്പൊ ഒരു ബിഗിനർ ഒക്കെ ആണെങ്കിൽ നിങ്ങൾ ഈ സർവർ ഒന്നും നിങ്ങൾ പഠിച്ചിട്ടില്ല, നിങ്ങളൊരു ആദ്യമായിട്ടാണ് ക്ലൗഡ് നെറ്റ്വർക്കിലോട്ടും സർവർ നെറ്റ്വർക്കിലോട്ടൊക്കെ പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് AWS സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങാം. നിങ്ങളൊരു മൈക്രോസോഫ്റ്റിന്റെ സർവറൊക്കെ പഠിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അസ്യൂർ എന്ത് ചെയ്യാൻ പറ്റും, സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇത് രണ്ടും നിങ്ങൾക്ക് പഠിക്കാം. അപ്പോൾ ചാനലിൽ ഒരുപാട് പേര് അസ്യൂറിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട്, ഒരുപാട് പേര് AWSന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ ചാനലിലൂടെ നമ്മൾ ഏതാണ് കൊടുക്കുന്നത് എന്ന് ഞാൻ പറയാം. നമ്മൾ AWSന്റെ ക്ലാസ്സും കൊടുക്കുന്നുണ്ട്, അസ്യൂറിന്റെ ക്ലാസ്സും തുടങ്ങുകയാണ്. അപ്പോൾ 2 ക്ലാസ്സും ഉണ്ട്. നമുക്ക് ക്ലൗഡ് വേണമെങ്കിൽ ക്ലൗഡിൽ, നിങ്ങൾക്ക് അസ്യൂർ വേണമെങ്കിൽ അസ്യൂറിന്റെ വീഡിയോ കാണാം, AWS പഠിക്കേണ്ടവർക്ക് AWSന്റെ വീഡിയോ കാണാം. അപ്പോൾ നമ്മുടെ ഈ ഒരു ക്ലൗഡിന്റെ ക്ലാസ് ഇനി മുതൽ ഞാൻ ഒരു ദിവസം AWSന്റെ വീഡിയോ ആണെങ്കിൽ പിറ്റേ ദിവസം അല്ലെങ്കിൽ വേറൊരു ദിവസം അസ്യൂറിന് തുടങ്ങും, AWSന്റെ ബാലൻസ് ഇടും, അസ്യൂറിന്റെ ബാലൻസ് ഇടും. അങ്ങനെയായിരിക്കും ഈ പ്ലേലിസ്റ്റ് പോയിക്കൊണ്ടിരിക്കുക. AWS കാണുന്നവരാണെങ്കിൽ AWSന്റെ വീഡിയോസ് മാത്രം കണ്ടാൽ മതി കേട്ടോ. അസ്യൂർ കാണുന്നവരാണെങ്കിൽ അസ്യൂർ മാത്രം കണ്ടാൽ മതി. ഇപ്പൊ ഞാൻ ഒരു കോഴ്സായിട്ട് പഠിപ്പിച്ചിരുമ്പോൾ മറ്റു കോഴ്സുകൾ ഇപ്പൊ AWS സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അസ്യൂർ സ്റ്റാർട്ട് ചെയ്യുന്നവർ അവർക്കത് കിട്ടിയിട്ടില്ലല്ലോ. അപ്പോൾ രണ്ടും നമ്മുടെ ചാനലിലൂടെ നമ്മൾ ഇനി മുതൽ തുടങ്ങുവാണ് എന്നുള്ള കാര്യം കൂടി നിങ്ങളെ ഞാനിത് അറിയിക്കുകയാണ്. അപ്പോൾ നെറ്റ്വർക്കിന്റെ കോഴ്സുകളായിട്ടുള്ള CCNA, സർവർ അഡ്മിന്, അതുപോലെ തന്നെ നമ്മുടെ ക്ലൗഡ്, AWSും അസ്യൂറും പഠിക്കാൻ താല്പര്യമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനും അല്ലെങ്കിൽ നിങ്ങളുടെ റിലേറ്റീവ് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനലൊന്ന് സജസ്റ്റ് ചെയ്ത് കൊടുക്കുക. അതേപോലെ നിങ്ങൾ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ വീഡിയോയ്ക്ക് ലൈക്ക് ഇടുക, അതേപോലെ തന്നെ എന്തെങ്കിലും ഒരു കമന്റ് ഇടാനും ഒക്കെ നിങ്ങളൊന്ന് ശ്രമിക്കുക. നമുക്ക് അടുത്ത വീഡിയോയിൽ ഇനി ക്ലൗഡിന്റെ ക്ലാസ്സിൽ ഞാൻ ആദ്യത്തെ AWS ആണോ അസ്യൂറിന്റെ ക്ലാസ് ആണോ ഞാൻ ആദ്യം ചെയ്യുന്നത് ഞാൻ തീരുമാനിച്ചിട്ടില്ല. എന്തായാലും രണ്ടും നമ്മൾ ഒരുമിച്ച് തന്നെ നമ്മുടെ ചാനലിലൂടെ കൊണ്ടുപോകും. നമുക്ക് അടുത്ത വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കുമായിട്ട് കാണാം.